നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം പെരുന്തുറയിലായിരുന്നു. ബുഷെഡ് പെരുന്തുറ ലോഡും കൊണ്ട് വന്ന് ലോഡ് ഇറക്കി. പുതിയൊരാൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ട്രെയിലർ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, വണ്ടി ഓടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതിന് വണ്ടി ഒരാഴ്ച എൻ്റെ കൂടെ നിന്നിട്ട് ഇവിടെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആളെ പരിചയപ്പെടാം. നമസ്കാരം. ഇത് ഷിഹാബ് ആമ്പല്ലൂരാണ്, തൃശ്ശൂർ. അപ്പം ഇന്ന് തൊട്ട് പരിപാടി തുടങ്ങുകയാണ്. ആകെ 10 ദിവസം ടൈമുള്ളൂ കേട്ടോ. ഉള്ള കാര്യം പറയാം. 10 ദിവസം, 10 ദിവസം. അതിനകത്ത് 8ാമത്തെ ദിവസം വണ്ടിയിൽ നിന്ന് ഞാൻ എൻ്റെ വഴിക്ക് പോകും. 2 ദിവസം സ്വന്തമായിട്ട് ഓടിക്കേണ്ട ദിവസങ്ങളാണ്. ഓക്കെ, തുടങ്ങാം. വണ്ടി എടുത്തു. മിറർ കറക്റ്റ് അല്ലേ? മിറർ കറക്റ്റ് അല്ലേ? അഞ്ചാമത്തെ ഗിയർ ലെഫ്റ്റിലേക്ക് തട്ടിയിട്ട് വേണം ഇടാൻ. ന്യൂട്രലാക്കിയിട്ട് തട്ടിയിട്ട് ഇത് 7ാമത്തെ ഗിയറിലേക്ക് വേണം ഇടണത്. തട്ടിയാൽ അവിടെ തന്നെ ഇടയാണ്. അത് 5ാമത്തെ ഗിയറായി. അവിടുന്ന് റൈറ്റ് കേട്ടോ. വീക്ക് എടുക്കണേ. ആടിനെ തട്ടിയ കാശ് പോകും. വേറെ കയറി ലെഫ്റ്റ് മാറിയിട്ട് റൈറ്റ് നോക്കി. പതിയെടുത്താൽ മതി, നോക്കിയെടുത്താൽ മതി. അങ്ങേര് സൈഡിൽ കൂടി പോകണം നോക്കണം കേട്ടോ. ഇതിന് വട്ടായി, കുഴപ്പമില്ല. അത് പോട്ടെ. കയറിട്ടോ, നേരെ താഴേക്ക് വലിച്ചാൽ മതി. അടുത്ത തട്ടി 5 ഇട്ടോ. തട്ടിയിട്ട് ന്യൂട്രലാക്കി തട്ടിയിട്ട് 5 ഇട്ടോ. ആരട്ടോ വലിക്കണ്ട, ഇതേ വലിപ്പിക്കണ്ട. അരിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഷിഹാബിക്കട ആദ്യത്തെ ദിവസമാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ ഉണ്ടാക്കുമെന്ന്. ഗൾഫാണ്, ഗുജറാത്താണ്, തമിഴ്നാടാണ്, കർണാടക, ഏതാണ് അടിപൊളി എന്ന് നോക്കുന്നത്?
മലക്കാവേരി. കാവേരി റിവർ, കാവേരി. വെള്ളമുണ്ട് ഇഷ്ടം പോലെ. കഴുകന്മാരുണ്ട്, ഒരുപാട് കഴുകന്മാരും ഇതൊക്കെ ഉണ്ട് ഇവിടെ. വേറെ എങ്ങും നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട, ആ വഴിക്ക് പോകും വേണ്ടി. ഇറങ്ങി കുളിക്കായിരുന്നു, പക്ഷെ ബാലേജി നമ്മളെ പറയണം കഴിക്കാൻ നിർത്തണം, കുളിക്കാൻ നിർത്തണം, അതൊക്കെ ചെയ്യും. നല്ല ലോഡ് റെഡിയാക്കി നിൽക്കണ്, അതുകൊണ്ടാണ്. നിറച്ചും തെങ്ങും തോപ്പും മലനിരയും. എന്താ സീനറി അല്ലേ? ഈ പരിപാടിയൊക്കെ എവിടെ ഉള്ളൂ കേട്ടോ. നമ്മൾ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് മുഴുവൻ കരിമ്പ്, ബാജറ. ബാജറ എന്ന് പറയുന്നത് ഒരു ചോളന്മാര് എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു. ഒരു ബാജറ എനിക്ക് എന്താന്ന് പോലും പിടിയിട്ടിട്ടുള്ളത് ഇല്ല. ഇനി റാഗിയാണോ ഈ ബാജറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അല്ലാന്ന് അത് ഒരു ക്രോപ്പാണ്, അതായത് ഒരു വിള ഒരു ഒരു കൃഷിയാണ്, കൃഷി ചെയ്യണ ഒരു ഐറ്റമാണ് അത് ബാജറ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ളതിൽ കൂടുതൽ കായ്ഫലം ഇവിടെ ഉണ്ട്. ഒരു ഒറ്റ തെങ്ങയിൽ ഒറ്റ കൊലയിൽ എന്തോരം തേങ്ങ ഉണ്ടാവണമെന്ന് അറിയോ? വേണ്ടോ? അത് എന്താ സെറ്റപ്പ് ഒന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. നിറച്ചും തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങയില്. കറക്റ്റായിട്ട് നോക്കണ്ടാവും. കൂടുതൽ ഇവര് ഈ ഇതിന് തേങ്ങ കരിക്കിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം എണ്ണയ്ക്ക് അത്രയും കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ നിന്ന്. അത് സിറ ആ സൈഡിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ നമ്മളങ്ങോട്ട് പോയില്ല ബെല്ലാരിക്ക്, അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ കാണാം നിറച്ച് ഈ തേങ്ങ കൊപ്ര ഉണ്ടാക്കി വെച്ചേണത്, എണ്ണയ്ക്കായിട്ട് വെച്ചേണത് കാണാൻ പറ്റും. വെളിച്ചെണ്ണ ഉണ്ടാക്കി വലിയ ക്യാനിനകത്തൊക്കെ നമുക്ക് തരും. അതിന് വില കുറവാണോ അല്ലെന്ന് എനിക്കറിയാൻ മേല, ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. നിർത്താനുള്ള അവസരമൊന്നും ഇല്ലല്ലോ. അതെ അതെ. നമുക്കിപ്പോൾ പോകേണ്ടത് പൊട്ടനേരി, സേലം പൊട്ടനേരി ചെന്നിട്ട് അവിടുന്ന് ലോഡ് കയറ്റാന്ന് പറഞ്ഞത് ബെല്ലാരിക്കായിരിക്കും എന്നാണ് ഡീസൽ ഫോളോവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കർണാടക കയറി കഴിഞ്ഞ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് 10,000 രൂപ അടിച്ചത്. അതായത് തമിഴ്നാട്ടിലെ ഡീസലിനേലും കർണാടകയിൽ ഡീസലിന് വില കുറവാണ്. നമുക്കപ്പോൾ നെൽമംഗല ചെന്ന് കഴിയുമ്പോഴേക്കും ഡീസൽ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ സിറ ചെന്ന് കഴിയുമ്പോഴേക്കും ഡീസൽ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഞങ്ങളുടെ ലോഡ് നോക്കണം. ഇവിടുത്തെ മലകളിൽ മുഴുവൻ കുറ്റിച്ച് മറ്റേ മുള്ളുണ്ടല്ലോ, റോഡ് സൈഡിൽ അവിടെ ഇവിടെ കാണുന്ന നമ്മുടെ അതേ മുള്ളേ ഉള്ളൂ ഈ മലകളിലും.
ഈ മുള്ളിൻ്റെ ഇടയ്ക്കാണ് വീരപ്പനും വെള്ളവന്മാരെല്ലാവരും ജീവിച്ചിരുന്നത്. അതിനകത്ത് ചന്ദനം ഉണ്ടെന്നുള്ളതാണ്. സേലം ആവാറായി. സേലം ഇപ്പം 10-12 കിലോമീറ്റർ സേലത്തു നിന്നാണ് പൊട്ടനേരിലേക്ക് പോകുന്നത്. അതിന് ഭവാനി വഴി പോകാമായിരുന്നു, പക്ഷെ അതിന് എനിക്ക് ആ റൂട്ട് അറിയില്ല. അതാണ് ഈ റൂട്ടും എനിക്ക് വലിയ പിടുത്തമില്ല, പക്ഷെ ഇതാകുമ്പോൾ നല്ല റോഡാണെന്നുള്ള അറിയാം. ഭവാനി വഴിയാണെങ്കിൽ ചെറിയ റോഡാണ്, അതിന് വേറെ ഇതാണെന്ന് വിചാരിച്ചിട്ട് പോരുന്നത്. ഷിഹാബാണി നല്ല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉറങ്ങുകയാണോ? കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. വണ്ടിയൊക്കെ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്ത് പഴയ എന്താ പറയുക, ശരിക്കുള്ള ഒരു ഇതിന്റെ സാധനമൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഗൾഫിലെ എക്സ്പീരിയൻസും ഒക്കെ പുറത്തേക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പേടിയായിരുന്നു, ഇപ്പൊ പേടി പതിയെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഇനി സംഭവം സെറ്റ് ആയിക്കോളൂ. റോഡിൽ ഗ്രിപ്പായി തുടങ്ങി. ഇതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലൈസൻസ് എടുത്തിട്ട് 1 വർഷമായി 6 മാസമായി എനിക്ക് ട്രെയിലർ ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് കാരണം അത് റോട്ടിൽ ഓടിച്ച് നല്ല പരിചയം വേണം. ഇതേമാതിരി വണ്ടികൾ, ഏതെങ്കിലും ഇച്ചിരി ഹെവി ആയിട്ടുള്ള വണ്ടികൾ ഓടിച്ച് പരിചയമുള്ളവർക്കാണെങ്കിൽ ഈ സാധനം ഓടിക്കാൻ വളരെ സിമ്പിളാണത്. ഫോർവേഡ് ഓടിക്കാൻ, റിവേഴ്സ് ഓടിക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അത് പഠിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. നിറച്ചും തെങ്ങിന്റെ ഈ ഒരു കളി കേട്ടോ. വേണ്ട, നോക്കിയ തെങ്ങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സേലമാണ്. അങ്ങനെ മേട്ടൂർ റോഡിൽ കയറി. ഒരു പറ്റിയെന്ന് വെച്ചാല് പറയാം. തൊപ്പൂര് വന്ന് തൊപ്പൂരിൽ നിന്ന് മേട്ടൂർ റോഡിൽ കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകാമായിരുന്നു പൊട്ടനേരിക്ക്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചത് സേലത്തു നിന്നാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത്. സേലത്തു നിന്നാണ് ഞങ്ങൾക്ക് നേരത്തെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഈ റോഡിലും ടോൾ ഗേറ്റോ? അപ്പോൾ അവിടെ വന്ന് സേലം വന്ന് കഴിഞ്ഞിട്ട് ഈ പൊട്ടനരിക്ക് പോകേണ്ട വഴി അങ്ങ് ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു സൈഡിൽ കൂടി നോ എൻട്രി, അടുത്ത സൈഡിൽ കൂടി കയറാൻ നോക്കിയപ്പോൾ അവിടെയും നോ എൻട്രി. പിന്നെ വേറെ രക്ഷയില്ല. നോക്കി കഴിയുമ്പോൾ തൊപ്പൂര് വന്നിട്ട് തൊപ്പൂരിൽ നിന്ന് മേട്ടൂർ വഴിയായിട്ട് പോകാമെന്നുള്ളത് കാണിക്കുന്നുണ്ട് റൂട്ടിൽ. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണ്, അതിലേ പോകാം. ഇച്ചിരി കറക്കമുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്താണ് അത് ഇതാ ഉണ്ടെങ്കിൽ എടുത്തോട്ട് പോക്കട്ടെ. അപ്പം അങ്ങനെ
മേട്ടൂർ വഴിയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോളായിട്ടില്ല, ടോൾ ഗേറ്റിൻ്റെ സെറ്റപ്പൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ ഈ റോഡിലും ടോളാവും, മേട്ടൂർ റൂട്ടിലും കുറച്ച് കഴിയുമ്പോൾ. അതുകൂടാതെ 4 മണിയായപ്പോൾ തൊട്ട് ഞാനും പുള്ളിയും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആരാന്നാണോ? ആ കാണുന്ന സാധനം ഇത് മിസ്റ്റർ സൂര്യൻ. ഇത്രയും നേരം എൻ്റെ ഇടത്തുവശത്ത് മുഖത്തിരുത്താണ് അടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ വലത്തുവശത്ത് മുഖത്തും നെറ്റിക്കുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണത്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അടി വല്ലതാണോ? ഒരു 1.5 അടി അടിക്കണത്. തല വഴി മൂടിയിട്ടാലും ഒരു രക്ഷയില്ല. മുഖത്തേക്ക് വേലടിച്ചിട്ടേ പൊള്ളി പോവാണ്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് വേറൊരാൾ അവിടെ നിന്ന് വെറുതെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഇച്ചിരി നേരത്തേക്ക് അവിടെ കിട്ടും, അപ്പൊ പിന്നെ കുഴപ്പമില്ല, എനിക്കൊരാശ്വാസം. അങ്ങനെ നാളുകൾ കൂടി റെയിമിക്ക് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ സൈഡിലിരുന്നിട്ട് വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഒരു 5-6 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും ഇനി. അപ്പോഴത്തേക്കും ഹിഹാവ് എക്സ്പേർട്ടാവും. എക്സ്പേർട്ടാണ്, ഓൾറെഡി ആണ്. ജസ്റ്റ് വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ പറഞ്ഞ മാതിരി ആവശ്യമില്ലാത്ത ഓരോ ചിന്തകൾ ഉണ്ടാക്കി വെച്ചേക്കണം ആ മനസ്സിൽ കൂടി. അതൊക്കെ പോകും ഇപ്പം തന്നെ. അങ്ങനെ മേട്ടൂര് ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു 10-15 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. ഏത് ഈ പൊട്ടനേരി സ്റ്റീൽ പ്ലാന്റിലേക്ക്. അവിടെ ചെന്നിട്ട് വേണം എന്താണ് ലോഡ്, എന്താണ് ഡീറ്റെയിൽ എന്ന് അറിയാനായിട്ട്. ആ ഒരു ലൊക്കേഷൻ തന്നെ, ആ ലൊക്കേഷൻ ഇട്ടാ പോയിക്കൊണ്ടിരിക്കണം. അത് എന്തായിരുന്നു രൂപം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. മല കണ്ട ഇന്നലെ രാത്രി ഇവിടെ പൊട്ടനരിയിലെത്തി. JSW കമ്പനി വന്നിട്ട് ലോഡ് ചെയ്തായിരുന്നു. വണ്ടി ലോഡിങ്ങിനൊക്കെ പിടിച്ചു. രാത്രി 10:30 ആയപ്പോഴാണ് പിടിച്ചത്. രാവിലെ ലോഡ് കഴിഞ്ഞു. ഇതാണ് ഇപ്രാവശ്യം ഗേറ്റ് ചെയ്യണത്. ഇത് മൈൽഡ് സ്റ്റീലാണിത്. ഇപ്പോഴും ചൂടായിരുന്നു, കയറ്റുമ്പോൾ ചൂടായിരുന്നു. ഇപ്പോൾ ആറിയിട്ടുണ്ട്. വെളുപ്പിന് ഒരു 1:30 ആയപ്പോഴേക്കും ലോഡിങ് കഴിഞ്ഞാണ്. ഇപ്പോൾ ചൂടാറിയത്. ഇപ്പോൾ കൈ തൊടാം. ഇതിന് കുറ്റി ഇട്ടിട്ടുണ്ട്, അതേമാതിരി ചെയിനും ഇട്ടിട്ടുണ്ട്. 2 ടൈപ്പും ഇതിനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റീലിൻ്റെ വലിയ കട്ടകളാണ്. ഇത് കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. എല്ലാവരും കമ്പനിയിലേക്ക് തന്നെ. 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6, 10, 21 കേട്ടോ. 21 ഇതാണ്. 20 അടി നീളത്തിലാണ് ഇതുള്ളത്. ഇത് സ്റ്റീലിൻ്റെ കട്ടകൾ. ഇതാണ് ഇന്നത്തെ ലോഡ്. ഇന്നത് ബെല്ലാരിക്കാണ് കൊണ്ടുപോകുന്നത്. ഡ്യൂട്ടി ചേഞ്ചാണ്. ആള് സൈഡായി, പണിയെടുക്കില്ല എന്ന് പറഞ്ഞു.